നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 27 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുവാനും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും പൊതു അവധിയാണ്. മുൻപ് കലണ്ടർ പ്രകാരം മെയ് 27 പെരുന്നാൾ നിശ്ചയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 27 അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് വലിയ പെരുന്നാൾ 28 മാറിയ സാഹചര്യത്തിൽ 28 കൂടി സർക്കാർ അവധി അനുവദിക്കുകയായിരുന്നു. 27 അവധി ഒഴിവാക്കാതെയാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 2 ദിവസം തുടർച്ചയായിട്ടുള്ള അവധിയായിരിക്കും ലഭിക്കുക. ഇന്ന് സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയൊന്നും തന്നെ പ്രവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ KSWCFC 2025-26 വർഷത്തെ വിവിധ ധനസഹായ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണത്തിനുള്ള, ഹൗസ് മെയിൻ്റനൻസിനുള്ള സാമ്പത്തിക ധനസഹായം, കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞ പെൺമക്കളുടെ രക്ഷിതാക്കൾക്കുള്ള വിവാഹ ധനസഹായം എന്നിവയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UG, PG, PhD തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ലിസ്റ്റുകളുമൊക്കെ തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ KSWCFC എന്ന് സെർച്ച് ചെയ്താൽ വാർത്താ അപ്ഡേറ്റ്. അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള വിജിലൻസിൻ്റെ പുതിയ കർമ്മ പദ്ധതിയായിട്ടുള്ള പ്രൊജക്റ്റ് സീറോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഇന്നലെ പ്രഖ്യാപിച്ചു. അഴിമതിയില്ലാതെ സേവനം ലഭ്യമാക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണെന്ന ബോധ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ തന്നെ ദൃശ്യങ്ങളായി പകർത്തിക്കൊണ്ട് വിജിലൻസിൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരം നൽകുന്ന ആളുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ തികച്ചും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ്. അഴിമതിക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരെയും സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല. 1969 വിജിലൻസ് മാനുവൽ കാലോചിതമായിട്ട് പരിഷ്കരിക്കുമെന്നും മിന്നൽ പരിശോധനകളൊക്കെ തന്നെ ശക്തമായിട്ട് തുടരുമെന്നും അഴിമതി മുക്തമായിട്ടുള്ള ഒരു കേരളത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 26 ചൊവ്വാഴ്ച മുതൽ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 2000 രൂപ വീതമുള്ള തുക പലരുടെയും അക്കൗണ്ടുകളിൽ ഇതിനോടകം തന്നെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തുക ലഭിച്ചവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇനിയും തുക ലഭിക്കാനുള്ളവർ, കാത്തിരിക്കുന്നവർക്കൊക്കെ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കും അത്. ഇനി ബാക്കിയുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നേരിട്ടുമൊക്കെ തന്നെ എത്തിച്ചേരുന്നതാണ്. കാരണം ബക്രീദ് പ്രമാണിച്ചാണ് ഇത്തവണ പെൻഷൻ്റെ വിതരണം നേരത്തെയാക്കിയത്. എന്നാൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ചില ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് തുകയിൽ 300, 500, 200 രൂപയുടെയൊക്കെ തന്നെ കുറവ് കണ്ടേക്കാം. ഇങ്ങനെയുള്ളവർക്ക് നിലവിൽ 1700, 1800, 1500 എന്നിങ്ങനെയൊക്കെ ആയിരിക്കും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവുക. ഇവരുടെ ബാക്കി തുക അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് വിവരം. പെൻഷൻ തുക കൈമാറുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചുകൊണ്ട് അറിയിപ്പ് വന്നിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പലർക്കും തുക ലഭിക്കേണ്ടതായിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളൊക്കെ തന്നെ മൂലമാണ് തുക ലഭിക്കാൻ വൈകിയത്. എന്നാൽ ഇപ്പോൾ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ ആദ്യ കടമെടുപ്പ് നടന്ന ശേഷമേ പെൻഷൻ്റെ വിതരണം ഉണ്ടാകൂ എന്ന് ചില രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് കൈകളിലേക്ക് പെൻഷൻ തുക കൈപ്പറ്റുന്നവർക്ക് തുക ലഭിക്കാനായിട്ട് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യം ഓർക്കുക. വെള്ളിയാഴ്ച തന്നെ എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല. കാരണം ഇന്നും നാളെയുമൊക്കെ ആയിട്ട് സംസ്ഥാനത്ത് പൊതു അവധിയായതിനാൽ തന്നെ ബാങ്കുകളും ട്രഷറിയും സർവീസ് സഹകരണ സംഘങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കില്ല. സഹകരണ സംഘങ്ങളിലേക്ക് ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ലിസ്റ്റ് എത്താനും അതോടൊപ്പം തന്നെ ട്രഷറിയിൽ നിന്ന് പെൻഷൻ തുക മാറിയെടുക്കാനും വെള്ളിയാഴ്ച വരെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടൊക്കെ വിതരണം ആരംഭിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ വീടുകളിലെത്തിയുള്ള പെൻഷൻ വിതരണം സജീവമാവുകയും ചെയ്യും. ജൂൺ മാസം 5 സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ മെയ് മാസത്തിലെ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ മാത്രമാണ് വിതരണം ഇപ്പോൾ ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. ഏപ്രിൽ, മെയ് മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്ന രീതിയിലൊക്കെ തന്നെ ചില വ്യാജ വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സേവന പെൻഷൻ വിഭാഗത്തിൻ്റെയോ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പൊതു അറിയിപ്പ്, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ വിശ്വസിച്ച് ആരും കാത്തിരിക്കേണ്ടതില്ല. എന്നാൽ ജൂൺ മാസം മുതൽ ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. ജനങ്ങൾ അപേക്ഷ നൽകി കാത്തിരുന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇത് വിതരണം ചെയ്തെങ്കിലും പിന്നീട് മുടങ്ങി. പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഏപ്രിൽ മാസത്തിലും ഇത് വിതരണം ചെയ്യാമായിരുന്നിട്ടും അവർ അത് നൽകിയില്ല. എന്നാൽ തങ്ങൾ കരുതൽ ധനമായിട്ട് 1800 കോടി രൂപ ട്രഷറിയിൽ മാറ്റിവെച്ചതുകൊണ്ടാണ് പുതിയ UDF സർക്കാരിന് ഇപ്പോൾ പെൻഷൻ പെട്ടെന്ന് വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞതെന്നാണ് LDF വാദിക്കുന്നത്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ വിതരണത്തിന് വെറും 300 കോടി രൂപ മതിയായിരുന്നിട്ടും അന്നത്തെ സർക്കാർ അത് നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നിലവിൽ നിർത്തിവെച്ചിരിക്കുന്ന ഈ പെൻഷൻ പദ്ധതി ജൂൺ മാസം മുതൽ പുനഃസ്ഥാപിക്കുമെന്നാണ് കരുതുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വമ്പൻ ആശ്വാസ ഇടിവ്. ചൊവ്വാഴ്ച മെയ് 26-ാം തീയതി 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 1,16,520 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. വ്യാപാരത്തിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.